അപ്പോൾ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ വ്ളോഗ്. അപ്പോൾ ഇന്ന് നമുക്കൊന്ന് പുറത്ത് പോകണം, അവിയം കൂട്ടി ഒന്ന് പുറത്ത് പോകണം. അപ്പോൾ എങ്ങോട്ടാണെന്നുള്ളതൊക്കെ നമുക്ക് വീഡിയോയ്ക്കകത്തൂടെ കാണാം. നമ്മൾ പാമ്പാടിയിൽ നിന്ന് KK റോഡ് വഴി കാഞ്ഞിരപ്പള്ളിക്കാട്ടോ പോകുന്നത്. അവിടെ ഒരു ജ്യൂസ് കടയുണ്ട്. ആ ജ്യൂസ് കടയിൽ നിന്ന് ഒരു ജ്യൂസ് മേടിച്ച് തരാം, കുറേ വെറൈറ്റി ജ്യൂസുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കൊണ്ടുപോകുന്നത്. ഈ കടയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവിടെ ഉണ്ടാക്കുന്ന ജ്യൂസുകളിൽ 90% അവിടെ ഉണ്ടാകുന്ന ഫ്രൂട്ടിൽ നിന്ന് തന്നെ എടുത്തുണ്ടാക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇത് അവിടുത്തെ സ്പെഷ്യൽ മെനു ഒക്കെ കണ്ടോ. ഈ കടയുടെ പേര് വില്ലേജ് ക്രഷ് എന്നാട്ടോ. ഇത് വരുന്നത് നമ്മുടെ കാഞ്ഞിരപ്പള്ളി സുലഭ ഹൈപ്പർ മാർക്കറ്റില്ലേ, അത് കഴിഞ്ഞ് മുന്നോട്ട് ഓടിച്ച് വരുമ്പോഴത്തേക്ക് ലെഫ്റ്റ് സൈഡിലാട്ടോ. ഈ ചേച്ചിമാരാണ് അവിടെ ജ്യൂസ് അടിക്കാൻ നിൽക്കുന്നത്. ഇവർക്ക് ഇതിനോട് ചേർന്ന് തന്നെ കുറേ നേഴ്സറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആരെങ്കിലും ഇതുവഴി പോകുന്നുണ്ടെന്ന് കയറി നോക്കിക്കോ. ഞാൻ ഓർഡർ ചെയ്തൊരു നെല്ലിക്ക കാന്താരി കേട്ടോ. നല്ല റിഫ്രഷിംഗ് ആയിരുന്നു. പിന്നെ അവർക്ക് അവിടെ കൊമ്പൂച്ചയും പുഡിങ്ങും വേറെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇക്കൂട്ടറാണ് ഓർഡർ ചെയ്ത ഒരു ജാതിക്കയുടെ ജ്യൂസ് കേട്ടോ. അതിൽ ഇച്ചിരി പഞ്ചാര കൂടി പോയിട്ട് അതിൻ്റെ ഫ്ലേവർ അങ്ങ് സെറ്റായില്ല. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ വണ്ടിക്കകത്തോട്ട് കയറി. അപ്പോൾ നമ്മൾ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞാട്ടോ പോകുന്നത്. നമ്മൾ പോകുന്ന വാഗമണ്ണാണ്. അപ്പം പോകുന്ന വഴിക്കുള്ള നമ്മുടെ വിഷ്വൽസൊക്കെ നമുക്ക് കാണാം. നമുക്ക് വാഗമണ്ണ് പോകാൻ വേണ്ടി നേരെ പാലയ്ക്ക് പോയാൽ മതി. നമ്മൾ ജ്യൂസ് കുടിക്കാൻ വേണ്ടി ഇതുവഴി ചുറ്റി വന്ന കേട്ടോ. നമ്മളൊരു 1 മണി സമയമായപ്പോഴത്തേക്കാട്ടോ കാഞ്ഞിരപ്പള്ളി വഴി പാസ് ചെയ്ത് പോകുന്നത്. നമ്മൾ പോകുന്ന കാഞ്ഞിരപ്പള്ളി ഈരാറ്റുപേട്ട റോഡിലാട്ടോ. ഉച്ച സമയം കൊണ്ട് വലിയ തിരക്കൊന്നുമില്ലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കാഷ്വലായിട്ട് അങ്ങ് ഓടിച്ചങ്ങ് പോയി. ഈരാറ്റുപേട്ടയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് പതുക്കെ നമ്മൾ കാടും പച്ചപ്പും ഒക്കെ കാണാൻ തുടങ്ങി കേട്ടോ. സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഒരു അരുവി പോകുന്നതാണ് കണ്ടോ. നമ്മൾ കരിക്കാട് വ്യൂ പോയിൻ്റ് എന്ന സ്ഥലത്ത് നിർത്തി കേട്ടോ. വാഗമൺ വരുമ്പോൾ ആദ്യം നിർത്തുന്ന വ്യൂ പോയിൻ്റാണത്. ഒരു പുലിയൊക്കെ ഇരിക്കുന്ന ഒരു ബസ് സ്റ്റോപ്പൊക്കെ ഉണ്ട്, അതാണ് ലൊക്കേഷൻ. നമ്മൾ കുറച്ച് നേരം അവിടെ വന്ന് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് പതുക്കെ നമ്മൾ മുന്നോട്ട് തന്നെ പോയി കേട്ടോ. പുള്ളിപ്പുലി ഇപ്പോൾ കരിമ്പുലിയായി. അവക്കോട്ടം കോളേജ് ജോയിൻ ചെയ്തിട്ട് ഒരാഴ്ചയായുള്ളൂ കേട്ടോ. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ വണ്ടി ഓടിച്ച് പോകുമായിരുന്നു. മേലോട്ട് കയറുന്തോറും കോടയൊക്കെ കണ്ടു തുടങ്ങി. അപ്പോൾ തന്നെ നമ്മൾ AC ഒക്കെ ഓഫ് ചെയ്ത് ചില്ലൊക്കെ താത്ത് നോക്കിട്ടോ. നല്ല വെതറായിരുന്നു ഈ സമയത്ത്. ഞങ്ങളൊരു സാറ്റർഡേ ആട്ടോ ഇങ്ങോട്ട് പോയത്. സ്കൂളൊക്കെ തുറന്നുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. അങ്ങനെ കയറി ഒരു സ്പോട്ടിലെത്തിയപ്പോഴത്തേക്ക് നല്ല കോട. അപ്പോൾ അതൊന്നും എടുക്കാമെന്ന് ഓർത്താണ് ഞങ്ങളിവിടെ നിർത്തിയത്. ഇത് നേരിട്ട് കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ. ക്യാമറയ്ക്ക് അത്രയും ഭംഗി ഒപ്പിയെടുക്കാൻ പറ്റിയിട്ടില്ല. നിങ്ങളാരെങ്കിലും വാഗമൺ വരാൻ വേണ്ടി ടൂർ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ലൊക്കേഷൻ ഇടുമ്പോൾ വാഗമൺ ഇടരുത് കേട്ടോ. വാഗമൺ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളെ നേരെ ടൗണിൽ കൊണ്ടുപോകും കേട്ടോ. മുട്ടക്കുന്നിന്നോ പൈൻ ഫോറസ്റ്റിന്നോ ഇട്ടാലേ മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷൻ സ്പോട്ടിലെത്തുള്ളൂ. ഇത് പൈൻ ഫോറസ്റ്റിനടുത്തുള്ള ഒരു ഫാം ഉണ്ടോ, സമ്മറൻ ബത്ലേമയിലെ ആ ഫാം പോലെ ഇല്ലേ. പൈൻ ഫോറസ്റ്റിന് അങ്ങോട്ട് വരുവാണെങ്കിൽ വണ്ടി വഴി സൈഡിലൊന്നും പാർക്ക് ചെയ്ത് കേട്ടോ. ഇപ്പോൾ ഫൈനുണ്ട്. 30 രൂപ കൊടുത്ത് കഴിഞ്ഞാൽ പാർക്കിങ് വണ്ടി ഇടാൻ കേട്ടോ. മഴയൊക്കെ ഉണ്ട്, അവിടെ ചെറുതായിട്ട് ചള്ളയൊക്കെ കെട്ടി കിടപ്പുണ്ട് കേട്ടോ. അതുകൊണ്ട് അത് പാസ് ചെയ്ത് പോകുന്ന ഈ കാണുന്നത്. സമയം ഏതാണ്ട് 2 മണി 3 മണിയൊക്കെ ആയി. അപ്പോൾ നമുക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. ഞങ്ങൾ ആ പോകുന്ന വഴിക്ക് പൈൻ ഫോറസ്റ്റിലോട്ട് ഇറങ്ങുന്ന വഴിക്ക് ലെഫ്റ്റ് സൈഡിൽ അദ്രക് എന്ന് പറഞ്ഞൊരു ഹോട്ടൽ കണ്ടു. അവിടെ കയറി ഫുഡ് കഴിക്കാൻ തീരുമാനിച്ചു കേട്ടോ. ഇറങ്ങിയ വഴിക്ക് തന്നെ നമ്മുടെ സെക്യൂരിറ്റി ചേട്ടൻ എന്നെ പിടിച്ചു. ഷോർട്സ് ഒക്കെ ഇട്ടേക്കുന്നതുകൊണ്ട് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചു. ഫുഡ് കഴിക്കാനാന്ന് പറഞ്ഞപ്പോൾ നമ്മളെ വിട്ടു കേട്ടോ. അങ്ങനെ നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ കയറിയിരുന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. നമ്മൾ ഇരിക്കുന്നതിൻ്റെ ഏറ്റവും പുറകെ തന്നെ ഒരു ചെറിയ കുളം പോലെ ഒരു സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഹോട്ടലിൽ വരുവാണെങ്കിൽ ഈ കോർണറിൽ ഇരിക്കണം കേട്ടോ. നമ്മൾ ഓർഡർ ചെയ്ത് ഈ 2 പൊറോട്ടയും ഒരു ചിക്കൻ റോസ്റ്റും കേട്ടോ. വാഗമണ്ണി തണുപ്പായോണ്ടാന്ന് തോന്നുന്നു മരവിച്ചിരിക്കുന്ന പൊറോട്ടയും ചിക്കൻ കറിയായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ താഴോട്ട് പൈൻ ഫോറസ്റ്റിൻ്റെ എൻട്രിയുടെ അങ്ങോട്ട് പോയിട്ടോ. പൈൻ ഫോറസ്റ്റിൻ്റെ അവിടെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. നമ്മളൊരു 60 രൂപയുടെ ഒരു പാസ് എടുക്കണം അവിടെ ഇറങ്ങണമെങ്കിൽ. ഈ ഇറങ്ങുന്നിടത്ത് കുറച്ച് കല്ലും അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഇച്ചിരി കഴിയുമ്പോൾ തന്നെ അവർ ഇൻ്റർലോക്കൊക്കെ ഇട്ട് നല്ല വൃത്തിയാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ പൈൻ ഫോറസ്റ്റ് പണ്ട് ബ്രിട്ടീഷുകാർ വുഡിൻ്റെ ആവശ്യത്തിന് വേണ്ടി പ്ലാന്റേഷനായിട്ട് തുടങ്ങിയതാട്ടോ. പിന്നെ അത് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി മാറുകയായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ താഴേക്ക് നടന്നു കേട്ടോ. ഇന്ന് വന്നതിന് എനിക്കൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. ഇതിൻ്റെ താഴേക്ക് ഇറങ്ങുമ്പോൾ ഒരു ട്രെക്കിംഗ് സ്പേസ് ഉണ്ട്. അതിൻ്റെ എൻഡ് വരെ പോകണം എന്നോർത്താണ് ഞാൻ ഇന്ന് വന്നത്. സാധാരണ എല്ലാവരും വരുമ്പോൾ ആ ഇൻ്റർലോക്ക് ഇട്ട് അവിടെ വരെ വരുള്ളൂ. അത് കഴിഞ്ഞ് ആരും താഴോട്ട് ഇറങ്ങത്തില്ല. കുറേ മരങ്ങളൊക്കെ ഒടിഞ്ഞ് കിടപ്പുണ്ട് കേട്ടോ മഴയായതുകൊണ്ട്. അപ്പോൾ നമ്മൾ പൈൻ ഫോറസ്റ്റിനകത്ത് കയറി കേട്ടോ. അപ്പോൾ അതിൻ്റെ താഴോട്ട് ചെറിയൊരു ട്രെക്കിംഗ് ഉണ്ട്. അത് നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ പ്രിപ്പയർഡ് ആയിട്ടല്ല വന്നത്. ആരെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ ഷൂസും ജീൻസും ഒക്കെ ഇട്ട് വരുന്നതായിരിക്കും നല്ലത്. ഈ താഴേക്ക് ഇറങ്ങുമ്പോഴത്തേക്കുണ്ടല്ലോ പൈൻ ഫോറസ്റ്റ് കുറച്ചൊരു ഡെൻസ് ആവും കേട്ടോ. അബിക്കുട്ടൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് വരുമായിരുന്നു. ഞങ്ങൾ കുറച്ചങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ കാലിലൊരു ലീച്ച് കടിച്ചു കേട്ടോ. ഇവിടെയൊക്കെ നനഞ്ഞ് കിടക്കുന്നതുകൊണ്ട് നിറച്ച് അട്ടയായിരുന്നു. ഒരട്ട കടിച്ചു. അത് ലോക്ക് ചെയ്തു, അതിനെ പിടിക്കാൻ പറ്റുന്നില്ല. ഇനിയിപ്പോൾ ഇറങ്ങി ചെന്നാലും താഴെ മൊത്തം അട്ടയാണ്. മറ്റേ നനഞ്ഞ് കിടക്കുന്നതുകൊണ്ടേ മഴ സമയത്ത് വരുമ്പോൾ അട്ട നോർമലാണ്. താഴോട്ടിറങ്ങുമ്പോൾ കുറേ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ അതൊക്കെ ട്രക്ക് തിരിച്ച് പിടിക്കുക. നമ്മുടെ കടിച്ച അട്ടേനെ ഈ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരു ബ്രോ ലൈറ്ററൊക്കെ ഉണ്ടായിരുന്നു പുള്ളി. അതൊക്കെ കത്തിച്ച് അതിനെ ഇറക്കി വിട്ടു കേട്ടോ. ഒന്നെങ്കിൽ ഉപ്പിട്ടാൽ മതി, അല്ലെങ്കിൽ ലൈറ്റർ കത്തിച്ച് ഇച്ചിരി തീ കാണിച്ചാൽ മതി. അത് വിട്ട് പൊക്കോളും, ബോഡിയിൽ നിന്ന് വിടും. 2 ഓപ്ഷനേ ഉള്ളൂ കേട്ടോ. നമ്മൾ അട്ടയൊക്കെ ഉള്ള സ്ഥലത്ത് പോകുകയാണെങ്കിൽ ഒരു പാക്കറ്റ് ഉപ്പ് മേടിച്ച് കൈ വെക്കുന്നത് നല്ലതാണ്. ഇത് അവിടെ തന്നെയുള്ള ഒരു മലയാട്ടോ. അവിടെ നല്ല വ്യൂ ആയതുകൊണ്ട് നമ്മളവിടെ കുറച്ച് നേരം നിന്നു. അവിടുത്തെ ഭംഗിയൊക്കെ ആസ്വദിച്ചു. അത് കഴിഞ്ഞാൽ ചേട്ടനോട് താങ്ക്സ് പറഞ്ഞ് നമ്മൾ ഇറങ്ങി കേട്ടോ. നമ്മൾ ട്രെക്കിങ് തുടങ്ങിയ സ്ഥലത്ത് തന്നെ എത്തി കേട്ടോ. ഈ
അവിടെ കോൺക്രീറ്റ് ചെയ്തേക്കുന്ന അവിടെ വരെ സാധാരണ ആൾക്കാർ ഇറങ്ങി വരാറുള്ളൂ. ഇത് കഴിഞ്ഞിട്ടാണ് പ്രോപ്പറായിട്ടുള്ള ഡെൻസായിട്ടുള്ള പൈൻ ഫോറസ്റ്റ് കിടക്കുന്നത്. കോളേജിൽ നിന്നുള്ള പിള്ളേരാണെന്ന് തോന്നുന്നു. പാട്ടൊക്കെ പാടി അവർ എൻജോയ് ചെയ്യായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ഡെസ്റ്റിനേഷൻ മുട്ടക്കുന്നായിരുന്നു. അവിടെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. നമ്മളൊരു 60 രൂപ ഫീസ് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് അകത്ത് കയറാം. നമ്മൾ വന്നപ്പോഴത്തേന് 5 മണിയായിരുന്നു. ഇത് 5:45 വരെ ഉണ്ടായിരുന്നുള്ളൂ. വെയിലടിക്കുമ്പോഴത്തേക്ക് ആ മുട്ടക്കുന്നിൻ്റെ കളറൊക്കെ കയറി വരുന്നുണ്ടോ. അവിടെ കുറേ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. അവിടെ കുറേ പേര് പട്ടം പറപ്പിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഈ പയ്യൻ്റെ പട്ടം നല്ലപോലെ പറക്കുന്നുണ്ടായിരുന്നു. നമ്മൾ വീഡിയോ ഒക്കെ എടുക്കാൻ ചെന്നപ്പോഴത്തേക്ക് ചെറുക്കൻ്റെ പട്ടം താഴെ വീണു. ഇന്ന് കൂടുതലും ഫാമിലീസായിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. മുട്ടക്കുന്നുകൊണ്ട് നമ്മുടെ ടൂർ വൈൻഡപ്പ് ചെയ്യുക. ഇനി പോകുന്ന വഴിക്ക് വളരെങ്ങാനം വാട്ടർഫാൾസ് കയറി കാണുന്നുണ്ട്. ഇത് നമ്മൾ പോകുന്ന വഴിക്ക് കണ്ടിട്ട് ചെറിയൊരു വാട്ടർഫാൾസ് ആട്ടോ. അവിടെ ഒന്ന് വെറുതെ വണ്ടി നിർത്തി നോക്കി. അപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങി പോകുമ്പോൾ വളഞ്ഞങ്ങാനം വാട്ടർഫാൾസിലൂടെ ഒന്ന് കണ്ടിട്ടിറങ്ങി പോകാമെന്ന് ഓർത്ത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പുറം വഴിക്കാണ് പോകുന്നത്. കുറച്ചിങ്ങോട്ട് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് നല്ല തേയിലത്തോട്ടം കേട്ടോ. ഓപ്പണായിട്ട് കിടക്കുന്നുണ്ട്, നല്ല ലൈറ്റായിട്ട്. നമ്മളവിടെ കുറച്ച് നേരം നിർത്തി വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് കേട്ടോ. നമ്മുടെ വണ്ടി ഓട്ടോമാറ്റിക് ആയതുകൊണ്ടും ഹിൽ ഡിസൈൻ കൺട്രോൾ ഇല്ലാത്തതുകൊണ്ടും നമുക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് ഊർന്ന് പോകാം കേട്ടോ. അപ്പോൾ നമ്മൾ സ്പോർട്സ് മോഡിലോട്ടിട്ടാണ് ഇറങ്ങുന്നത്. സ്പോർട്സ് മോഡിൽ ഇറങ്ങുന്നതിൻ്റെ ഗുണം വെച്ചാൽ കുറച്ചുകൂടെ വണ്ടി ഗ്രിപ്പ് ചെയ്ത് ഇറങ്ങുള്ളൂ. നമ്മളിപ്പോൾ നേരെ കുട്ടിക്കാനത്തോട്ടാണ് പോകുന്നത്. കുട്ടിക്കാനത്ത് നിന്ന് താഴോട്ടിറങ്ങുമ്പോഴാണ് വളങ്ങാനം വാട്ടർഫാൾസ് ഇരിക്കുന്നത്. ഇപ്പോൾ സമയം 6-6:30 ആയിട്ടോ. അപ്പോൾ തന്നെ ലൈറ്റൊക്കെ പോയി. ദൂരേക്ക് നോക്കുമ്പോഴത്തേക്ക് നല്ല കാർമേഘമൊക്കെ മൂടി നിൽക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. എനിക്ക് പോകുമ്പോഴത്തേക്ക് അബിയെ ഇവിടുത്തെ കോടമഞ്ഞൂടെ ഒന്ന് കാണിക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വളഞ്ഞങ്ങാനം വാട്ടർഫാൾസിലെത്തി കേട്ടോ. അവിടെ വന്നപ്പോൾ ഒരു ചായ കുടിക്കാമെന്ന് പറഞ്ഞ് ഈ ചേട്ടൻ്റെ കടയിൽ നിന്നൊരു ചായയൊക്കെ ഓർഡർ ചെയ്തു. എന്തോ നല്ല ചൂട് കടിയൊക്കെ എണ്ണ കിടന്ന് പൊരിയുന്നുണ്ടായിരുന്നു. ചേട്ടാ ചായ എടുത്ത് വെച്ചേക്ക്, ഞങ്ങൾ ആ വാട്ടർഫാൾസ് ഒന്ന് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് നമ്മൾ നേരെ വാട്ടർഫാൾസിലേക്ക് പോയിട്ടോ. അപ്പോഴത്തേനും നല്ല മഴ അങ്ങ് തുടങ്ങി. ഞങ്ങൾ പിന്നെ വന്നതല്ലേന്ന് ഓർത്ത് കുറച്ച് വീഡിയോസ് ഫോട്ടോസൊക്കെ പോയി എടുത്തു. പിന്നെ നമ്മുടെ ചായ റെഡിയായെന്ന് പറഞ്ഞ് ചേട്ടൻ വിളിച്ചു കേട്ടോ. നമ്മളങ്ങോട്ട് ചെന്നപ്പോഴത്തേക്ക് മഴ അങ്ങോട്ട് മൂത്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി പറഞ്ഞാൽ പിന്നെ ഒരു കാര്യം അകത്തോട്ട് കയറി എന്നോളം പറഞ്ഞു. പിന്നെ നമ്മളെല്ലാവരും അകത്ത് കയറിയിരുന്ന് ചായ കുടിച്ചു കേട്ടോ. ഒരു അപ്പൂപ്പനും അമ്മൂമ്മയാട്ടോ ഈ കട നടത്തുന്നത്. അമ്മൂമ്മ എന്തോ നല്ല ചൂട് കടിയൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുക. നിന്ന് കഴിഞ്ഞിട്ട് കാര്യമില്ല, മഴ കുറയുന്നില്ല എന്ന് മനസ്സിലായി കേട്ടോ. അപ്പോൾ നമ്മൾ അതൊക്കെ ഒറ്റ ഓട്ടം ഓടി വണ്ടിയിലോട്ട് കയറാമെന്ന് ഓർത്തു. മഴയും കൂടെ പെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് കോട അങ്ങ് കൂടി കേട്ടോ. നമ്മൾ ഓടി പിന്നെ വണ്ടിക്കകത്തോട്ട് കയറി കേട്ടോ. പിന്നെ ടിഷ്യൂ ഉണ്ടായിരുന്നു വണ്ടിക്കകത്ത്, അതൊക്കെ വെച്ച് തലയൊക്കെ തുടച്ചു. അത് കഴിഞ്ഞ് താഴോട്ടിറങ്ങുന്ന ഫുള്ള് കോടയായിരുന്നു കേട്ടോ. ഞങ്ങൾ പ്ലാൻ ചെയ്യാതെ ഇറങ്ങിയൊരു ട്രിപ്പായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അത് ഭയങ്കര രസമായിരുന്നു. അൺപ്ലാൻ ട്രിപ്സ് ആർ ഓൾവേസ് ബ്യൂട്ടിഫുൾ. കോടയും മഴയും മഞ്ഞും ഒക്കെ ആയതുകൊണ്ട് ഞങ്ങൾ പതുക്കെ ആട്ടോ ഓടിച്ച് വന്നത്. അപ്പോൾ ഒരു 1.5-2 മണിക്കൂർ എടുത്തു. 9:30 ആയപ്പോഴത്തേക്ക് നമ്മൾ വീട്ടിലെത്തി കേട്ടോ. എൻ്റെ വീഡിയോൻ്റെ വ്യൂവേഴ്സ് 90% അൺസബ്സ്ക്രൈബ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണെന്നിട്ട് ഞാനൊരു റിപ്പോർട്ടിൽ കണ്ടത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇനി ഇങ്ങനത്തെ ഇൻട്രസ്റ്റിംഗ് കണ്ടൻറ്റായി വീണ്ടും കാണാം.